ഹലോ നമസ്തേ, കഫ്രസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. സിനിമ വിശേഷങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് വെച്ചോ, കണ്ടന്റ് വരുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സിനിമ വിശേഷം എന്താ? നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സന്തോഷ് പണ്ഡിറ്റിന്റെ പുതിയൊരു സിനിമയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. അതിന്റെ വാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞൂടാ, നമ്മളും കണ്ടിട്ടില്ല. പക്ഷെ തമ്മിലെ കണ്ടപ്പോഴത്തേക്കും സ്ഥിരം ഇതുവരെ എടുത്ത പോലെ അല്ല, കുറച്ചും കൂടെ കൊള്ളാൻ തോന്നുന്നു. മീശയൊക്കെ മേക്കോവറിലാണ് ഒഫീഷ്യൽ ട്രെയിലർ, കണ്ടു നോക്കാം. പടത്തിന്റെ പേര് ഷർദുള വിക്രീഡിതം, അങ്ങനെയാണ് പ്രൊണൗൺസിയേഷൻ എന്ന് അറിഞ്ഞൂടാ. എന്തിനാണെന്ന് പറയാൻ പറ്റും. സന്തോഷ് പണ്ഡിറ്റ് ഇങ്ങനെയൊക്കെ എടുത്തോ? സന്തോഷ് പണ്ഡിറ്റ് പടം തന്നെയാണ് ഇത്. അയാളുടെ കണ്ണിന് മുമ്പിൽ പെട്ടാൽ സന്തോഷ് ജി അല്ലെങ്കിൽ നമ്മളെ പോലെ അടിമകളായി ഇതൊക്കെ എന്ത് ഷോട്ടൊക്കെ കണ്ടാ നീ? അയ്യേ, ഷാർദൂല വിക്രീത എന്റെ പല്ലുകൾക്കുള്ള ക്ഷണപത്രികയാണ് ഇരട്ടിപ്പിക്കുന്ന ആ മിടിപ്പുകൾ. വിഷയം കമ്മിങ് സൂൺ. സിനിമയായിരുന്നു അവന്റെ പാഷൻ. എന്തിനാണ് ഇത്? സ്ഥിരം എടുത്ത പോലെ കോമാളിത്തരം അല്ല, എന്തൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് തന്നെ. എന്താണ് ഷോട്ടുകളൊക്കെ കൊള്ളാം. മറ്റേ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആകുമ്പോ ഇതുവരെ വെച്ചതിനെക്കാട്ടി കൊള്ളാം, നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്. ഡയറക്ഷൻ ഒക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ ബോട്ടിലെ സീനൊക്കെ ഉണ്ട്, എമ്പുരാൻ പോലെ. പോലെ അതാണ് ഉദ്ദേശിച്ചത്. അതുപോലെ പിന്നെ മേക്ക് ഓവർ, മറ്റേ താടിയൊക്കെ വെച്ച് ഒട്ടിച്ച്, പിന്നെ ക്ലീൻ ഷേവ്. പക്ഷെ ഒരു കാര്യം, ഇതുവരെ എടുത്തതിനെക്കാട്ടി നന്നായിട്ടുള്ള സിനിമയാണ് എന്ന് തോന്നുന്നു. കഥയുണ്ടെന്ന് തോന്നുന്നു. മേക്ക് ഓവറിലൊക്കെ വരുന്നുണ്ട്. പണ്ടത്തെ മറ്റേ കൃഷ്ണൻ അതുപോലെ ഒന്നുമല്ല, അങ്ങനെ വിചാരിക്കില്ല. കണ്ടു നോക്ക്, എന്തായാലും ഒരു വെറൈറ്റി സാധനം പോലെ എടുത്തിട്ടുണ്ട്. ഈ സിനിമ വരുമ്പോ അറിയാം എന്താണ് ഉദ്ദേശിച്ചേക്കണേ. പിന്നെ പടത്തിന്റെ പേര് അത് കറക്റ്റ് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്താണ് ഒരു പേരെന്നുള്ളത്. അതായിരിക്കും റിലീസ് ഡേറ്റ് ഒന്നും പറഞ്ഞില്ല, കമ്മിങ് സൂൺ എന്നല്ലേ. യൂട്യൂബിലായിരിക്കുമല്ലോ. തിയേറ്ററിൽ പണ്ടിറക്കി ആൾക്കാർ വന്ന ഓർമ്മ. അതാണ് ഞാൻ പറഞ്ഞ കൃഷ്ണൻ രാധേര കാണാൻ വേണ്ടി ആൾക്കാർ ക്യൂ നിന്ന് ടിക്കറ്റ്. പിന്നെ ഒരു കഥ ഉണ്ട് പണ്ട്, മനസ്സിലായോ? അറിയാലോ, അതൊക്കെ ഒരു കാലമല്ലേ. പിന്നല്ലാതെ. പിന്നെ പുള്ളി ചിലതൊക്കെ പറയണ നമുക്ക് അങ്ങോട്ട് എടുത്ത് കളയാൻ പറ്റൂല. അത് തന്നെ എടുത്ത് കളയാൻ പറ്റില്ല. പുള്ളി ചില കാര്യങ്ങളൊക്കെ പറയണത്, ഇപ്പൊ വിജയുടെ മറ്റേ രാഷ്ട്രീയത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ നല്ല പുള്ളി അതിനെപ്പറ്റി നല്ല സ്റ്റഡി ചെയ്തിട്ടാണ് പറയണത്. മറ്റേ ഇപ്പൊ എല്ലാരും എഡ്യൂക്കേഷൻ ഉള്ള ആളാണ്. നമ്മളൊരു കോമഡി ആയിട്ട് പണ്ട് ഇങ്ങനെ കണ്ട് അങ്ങനെ ഒരു സാധനം വരണതാണ്. പുള്ളിക്ക് ആഗ്രഹമുണ്ട് എല്ലാ ഫീൽഡിലും നിൽക്കണം, അതുകൊണ്ട് ഉള്ള രീതിക്ക് ഉള്ള പൈസ വെച്ച് പറ്റണ പോലെ അങ്ങ് ചെയ്യുന്നുള്ളതുള്ളൂ. പക്ഷെ നീ ആലോചിച്ച്, കുറച്ച് ബഡ്ജറ്റിൽ അങ്ങനെ എത്ര കോടിയാണ് കളക്ട് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ മറ്റേ മലയാളി ഹൗസ് എന്ന് പറഞ്ഞ ഒരു പരിപാടിക്ക് ക്ഷണിച്ചു. അതൊക്കെ പുള്ളി പറഞ്ഞുണ്ട്, നിങ്ങൾ ആരെങ്കിലും വിളിച്ചു, എന്നെ മാത്രമല്ലേ വിളിച്ചുള്ളൂ ചോദിക്കണം. പക്ഷെ എതിരെ നിൽക്കണവർക്ക് നല്ല മറുപടി കൊടുക്കും. ആ ഒരു രീതിയിലാണ് കോൺഫ്ലിക്ട് ഉണ്ടാവണം. അതൊക്കെ ഉണ്ട്. പിന്നെ എല്ലാം പുള്ളിക്ക് തന്നെ ചെയ്യണമെന്നുള്ള വാശിയാണ്. ഡയറക്ഷൻ പുള്ളിക്ക് ചെയ്യണം, പാട്ട് പാടണം, ആഗ്രഹം ഓൾറൗണ്ടർ പോലെ. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ മേഖലയിലാണ് ഇറങ്ങിക്കൂടാ, ഡബിങ്ങും കൂടെ കുറച്ചും കൂടെ സെറ്റാക്കിയാൽ നല്ലതായിരിക്കും തോന്നണല്ലേ. അത്ര ബഡ്ജറ്റ് ആയിരിക്കുമല്ലോ, നോക്കാം. ബഡ്ജറ്റ് ആയിട്ട് നല്ല മാക്സിമം എടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ ലാസ്റ്റത്തെ ഒരു ട്രോൾ ഉണ്ടായിരുന്നല്ലേ, എങ്ങനെ വന്നു നടന്നു ആ പരിപാടി ഒന്നും ആവായിരുന്നാ മതി. കുറച്ചും കൂടെ നല്ല ഷോട്ടുകളൊക്കെ എടുത്തിട്ടുണ്ട്.
അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. എല്ലാരും ഒന്ന് കണ്ടു നോക്ക്. വെറൈറ്റി ആയിട്ടുണ്ട്. ചിലപ്പോ ഇഷ്ടപ്പെടും. ഇപ്പൊ ആരും ഇത് വന്നിട്ട് തന്നെ വളരെ കുറച്ച് വ്യൂസ് ആയോളൂ, കുറച്ച് മണിക്കൂർ ആയോളൂ, ആരും അധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ എല്ലാരും ഒന്ന് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാ, അത്രേ ഉള്ളൂ. അത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നത്, ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പുതിയ കണ്ടന്റ് വരുന്നുണ്ട്. അപ്പൊ പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ ഉടനെ വരാം. ലൈൻ കട്ട്.